ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. നവരാത്രി പൂജകളും എല്ലാം കഴിഞ്ഞ് വിദ്യാരംഭമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സാധനയൊക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയം. നമുക്ക് നമ്മുടെ വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മള് പ്രാണമയ കോശത്തിലെ അഭിമാനത്തെ വിടണം എന്നാണ് പഠിച്ചത്. പ്രാണനാണ് ഞാൻ എന്ന് ശരീരമല്ല എന്ന് വിചാരിക്കുന്ന പലരും പ്രാണനാണ് എന്ന് വിചാരിക്കാറുണ്ട്. പ്രാണൻ പോയി, ഞാൻ പോയി എന്ന് വിചാരിക്കും. പ്രാണൻ ഞാനല്ല, ഞാൻ ആത്മാ തന്നെയാണ്, അറിവ് സ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, നിത്യമായതാണ്. പ്രാണന് ഈ ക്വാളിറ്റീസ് ഒന്നുമില്ല. പ്രാണൻ വരും പോകും, വരും പോകും, വരും പോകും, മാറ്റത്തിന് വിധേയമാണ്. മാത്രമല്ല ഒരു ആശ്രയം വേണം പ്രാണന് പ്രവർത്തിക്കണമെങ്കിൽ. വായുവിന്റെ വികാരമാണ് പ്രാണൻ. നമ്മൾ പുറത്ത് കാണുന്ന വായു തന്നെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പ്രാണനായി പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയ, ഒരു മാറ്റം അതിന് സംഭവിക്കുമ്പോൾ പേര് മാറുന്നു, അത്രയേ ഉള്ളൂ. സംഭവം വായു തന്നെയാണ്, പേര് മാറും. പക്ഷെ ആത്മാ അങ്ങനെയൊന്നുമല്ല. ആത്മാക്കൊരു മാറ്റവുമില്ല. ആത്മാ എപ്പോഴും ആത്മാ തന്നെ. അങ്ങനെ ശങ്കരാചാര്യസ്വാമികള് പ്രാണമയ കോശം ഞാനല്ല, ഞാൻ ആത്മാ തന്നെ എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അടുത്ത ശ്ലോകം, 50-ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുമ്പോ, ജ്ഞാനേന്ദ്രിയാണി ച മനശ്ച മനോമയസ്യാത് കോശോ മമാഹമിതി വസ്തുവികൽപഹേതുഃ സംജ്ഞാദിഭേദകലനാകലിതോ ബലീയാൻ തത്പൂർവകോശമനുപൂര്യ വിജൃംഭത്തെ യഃ. ജ്ഞാനേന്ദ്രിയാണി ച മനശ്ച മനോമയസ്യാത് കോശോ മമാഹമിതി വസ്തുവികൽപഹേതുഃ സംജ്ഞാദിഭേദകലനാകലിതോ ബലീയാൻ തത്പൂർവകോശമനുപൂര്യ വിജൃംഭതേ യഃ. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 19 കാര്യങ്ങളെ എടുത്തുകൊണ്ട് നമ്മളിവിടെ പറയുന്നുണ്ടായിരുന്നു. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 പ്രാണൻ, ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സ്, അങ്ങനെ 4, അങ്ങനെ 19. അതില് 10 പ്രാണമയ കോശത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞു. നമ്മൾ നോക്കി, ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ട് നമ്മൾ പ്രാണമയ കോശത്തില് 10 പേര് അതിലേക്ക് പോയി. ഇനി 9 പേര്. ആരാണ് 9 പേര്? ഇനി ബാക്കിയുള്ളവര് പ്രാണമയത്തിൽ പോയതാരാണ്? പഞ്ചപ്രാണനും കർമ്മേന്ദ്രിയങ്ങളും. ഇനിയുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളും ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്ന 4. അങ്ങനെ 5 ഉം 4 ഉം 9. ഇതില് മനസ്സിനെയും ബുദ്ധിയെയും എടുത്ത് നമുക്കൊന്ന് നോക്കാം. മനം, ബുദ്ധി, ഇത് രണ്ടുമാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് ചിത്തത്തെ മനസ്സിൽ ചേർക്കും. ചിത്തത്തെ മനസ്സിൽ ചേർക്കും. ഇപ്പൊ ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരത്തില് മനം, ബുദ്ധി എന്നിനെ എടുത്തിട്ട് മനം, ബുദ്ധി 2 എടുക്കുക. അതില് ചിത്തം മനസ്സിൽ ചേർക്കുക. മനോം ബുദ്ധി എടുത്തല്ലോ, അതില് മനസ്സില് ചിത്തത്തെ ചേർക്കുക.
ബുദ്ധിയില് അഹങ്കാരത്തെ ചേർക്കുക. അപ്പൊ അങ്ങനെ അതിനെ ഒന്ന് എന്താ പറയാ ഷ്രിങ്ക് ചെയ്യുക, ചെറുതാക്കി കൊണ്ടുവരിക. അതിനോട് ചേർത്ത് മൊത്തത്തിൽ എണ്ണത്തെ രണ്ടാക്കി കുറച്ചു. അപ്പോ 9 പകരം എന്തായി? അപ്പോ 7ആയി അല്ലെ? മനസ്സും ബുദ്ധിയും 5 ജ്ഞാനേന്ദ്രിയങ്ങള് പ്ലസ് മനസ്സ് ബുദ്ധി. അപ്പൊ മനസ്സിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? മനസ്സില് ചിത്തവും കൂടെ ഉണ്ട്. പിന്നെ ബുദ്ധിയിൽ എന്തുണ്ട്? അഹങ്കാരവും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോണത്. മനോമയ കോശത്തില് ജ്ഞാനേന്ദ്രിയവും മനസ്സും ആണ് ഉള്ളത്. മനസ്സിൽ ചിത്തവും ഉണ്ട്. വിജ്ഞാനമയത്തിൽ വീണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ ചേർക്കും. നമ്മൾ വിജ്ഞാനമയ കോശം പഠിക്കാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളെ ചേർക്കും, ബുദ്ധിയും ചേർക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാഠ്യപദ്ധതിയിൽ വരുന്നത്. ജ്ഞാനേന്ദ്രിയാണിച്ച മനഃച്ച മനോമയ സ്യാത്. അപ്പൊ മനോമയത്തിന്റെ ലക്ഷണം നമുക്ക് പറഞ്ഞു തരണം. എന്താണ് മനോമയം? എന്നിട്ട് അതിനെ ഇത് ആത്മാവല്ല എന്ന് പറഞ്ഞു തരണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ സ്വാമികള് ഇപ്പൊ ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി ജ്ഞാനേന്ദ്രിയാണിച്ച മനഃച്ച മനോമയ സ്യാത്. ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ആണ് ഈ മനോമയ കോശം എന്ന ആദ്യത്തെ വരിയിൽ പറഞ്ഞു. ജ്ഞാനേന്ദ്രിയാണിച്ച മനശ്ച മനോമയ സ്യാത്. ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ആണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്നതിലാണ്, അതുകൊണ്ടാണ് അവിടെ ചിത്തത്തെ അതിനകത്ത് കൂട്ടിയത്. ഇനി മനസ്സ് എന്ത് ചെയ്യുന്നു? കോശോ മമാഹമിതി വസ്തു വികൽപഹേതുഹു. മമ അഹം ഇതി വസ്തു വികൽപഹേതുഹു. മമ അഹം ഇതി വസ്തു വികൽപഹേതുഹു. ഹേതു എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമുക്കറിയാലോ, ഹേതു കാരണം, ഹേതുഹു കാരണം. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയാണ്. നമ്മൾ ധാരാളം ഉപനിഷത്തുകൾ നോക്കിയപ്പോഴും തത്വബോധം നോക്കിയപ്പോഴും ഒക്കെ ഇത് വിശദമായിട്ട് പഠിച്ചു. പഞ്ചഭൂതത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആദ്യം പഞ്ചഭൂതത്തിന്റെ സൂക്ഷ്മം, പിന്നെ പഞ്ചഭൂതത്തിന്റെ സ്ഥൂലം, പിന്നെ ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻ. എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂതം, ഒരു വൃക്ഷം എടുത്താൽ അതിലും പഞ്ചഭൂതം, ഒരു ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരം എടുത്താൽ അതും പഞ്ചഭൂത നിർമ്മിതമാണ്. ഇങ്ങനെ എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. എല്ലാത്തിലും ഈ 5ന്റെ അംശങ്ങളും അടങ്ങിയിരിക്കും. സ്ഥൂല ശരീരം പഞ്ചഭൂതം ഉറപ്പാണല്ലോ, നന്നായിട്ട് നേരത്തെ മനസ്സിലാക്കിയതാണ്. സ്ഥൂല ശരീരം പഞ്ചഭൂതം. മനോമയ കോശം വന്നപ്പോ ഈ ശരീരത്തെ നമ്മൾ എന്തു പറയുന്നു? ഞാൻ എന്ന് പറയുന്നു. മനോമയ കോശം വന്നപ്പോ ഈ ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു. അഹം, ഞാൻ, അഹം. അപ്പൊ ശരീരത്തെ മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരത്തെ മാത്രമാണ് ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ശരീരവുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം നമ്മൾ എന്ത് പറയും? എന്റേത് എന്ന് പറയും, മമാ എന്ന് പറയും. ആദ്യം നമ്മൾ ശരീരത്തിനെ പറയുന്നു, എന്ത്? ഞാൻ 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 എന്ന് പറയും. പിന്നെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടതിനെയെല്ലാം എന്റെ എന്റെ എന്റെ, മമ 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 എന്ന് പറയും. ശരിക്കും എല്ലാം ദൃശ്യമാണ് അല്ലെ? നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ദൃശ്യമാണ്. പക്ഷേ ഈ മനസ്സ് എന്തിനെയാണ് ഞാൻ എന്ന് പറയുന്നത്? ഈ ശരീരത്തെ മാത്രമേ ഞാൻ എന്ന് പറയുന്നുള്ളൂ. ചിലപ്പോ പ്രാണനെയും പറയും ഞാനെന്ന്. അതുകൊണ്ടാണല്ലോ നേരത്തെ പ്രാണമയ കോശമല്ല ഞാൻ എന്ന് പറയണം എന്ന് മനസ്സിലാക്കി തന്നത്. അപ്പോ എല്ലാം കാണാവുന്നതാണ്, എല്ലാം ദൃശ്യമാണ്, എല്ലാം കാണുന്നതാണ്. ദൃശ്യത്തിനെല്ലാം പറയുന്നില്ല, കാണുന്ന ശരീരത്തെ മാത്രമേ ഞാൻ എന്ന് പറയുന്നുള്ളൂ. ചിലപ്പോ പ്രാണനെയും പറയും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ എല്ലാ വസ്തുക്കളെയും എന്റേതെന്ന് പറയുമോ? ദൃശ്യമായിട്ടുള്ള എല്ലാം എന്റേതാണോ? അങ്ങനെ പറയാറില്ല. ദൃശ്യമായിട്ടുള്ളതിനെല്ലാം നമ്മൾ കണ്ണു തുറന്നാൽ എല്ലാം ദൃശ്യമാണ്. ഇതിനെല്ലാം എന്റേതാണോ?
അല്ല. ചിലതിനെ മാത്രമേ എന്റേത് എന്റേത് എന്ന് പറയുള്ളൂ. അപ്പൊ ആരാണ് ഈ എന്റേത് എന്ന് പറഞ്ഞ ഭേദം ഉണ്ടാക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ശരീരത്തെ നമ്മള് ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ ഈ ശരീരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴെല്ലാം. ജ്ഞാനം വരുമ്പോഴേ അത് മാറുള്ളൂ. അപ്പൊ ഞാൻ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതിനെല്ലാം എന്റേത് എന്ന് പറയും. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. പിന്നെ വസ്തുക്കളിലേക്ക് വരുമ്പോ എൻ്റെ വീട്, എൻ്റെ വാഹനങ്ങള്, പിന്നെ ദേശത്തെ പറയും എൻ്റെ ദേശം. അങ്ങനെ എല്ലാം ഒരുവിധം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതിനെയെല്ലാം എൻ്റെ എന്ന് പറയും. അപ്പൊ ഇതാരാണ് ഈ എന്റേത് എന്നൊരു ഭേദം ഉണ്ടാക്കുന്നത്? ചിലതിനെ എന്റേതല്ല. അപ്പൊ വീടിന്റെ തൊട്ടടുത്തുള്ള വീട് എന്റേതല്ല, വഴിയെ കൂടെ പോകുന്ന ആൾക്കാര് എൻ്റെ അല്ല. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ വേറെയാണ്, വേറെ ആൾക്കാരുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയും അല്ല. അങ്ങനെ എന്റേതല്ലാത്തത് ഒരുപാടുണ്ട്. എന്റേതെന്ന് പറഞ്ഞത് കുറവാണ് അല്ലെ? കൂടുതലേതാ? എന്റേതല്ലാത്തതാണ്. കുറവേതാ? എന്റേത് എന്ന് പറയുന്നതാണ് ശരിക്കും എണ്ണത്തിൽ കുറവ്. എന്റേതല്ലാത്തതാണ് കൂടുതൽ. പക്ഷേ നമുക്ക് സംസാരം എന്ന ആ ദുഃഖം, സംസാര ദുഃഖം, ആ വിഷമം, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ? എന്റേത് എന്നതാണ് നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റേതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമമുണ്ടാവും. അപ്പൊ ആരാണ് ഈ എന്റേത് എന്നുള്ളൊരു, എന്റേതും എന്റേതല്ലാത്തതും ഈ ഒരു വകഭേദം ഉണ്ടാക്കിയത് ആരാണ് ശരിക്കും പറഞ്ഞ? അതാണ് മനോമയ കോശം. അതാണ് മനോമയ കോശം. മനസ്സാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. നമുക്കത് സ്പഷ്ടമായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ? പറ്റില്ല. മനസ്സാണ് അങ്ങനെ വ്യത്യാസം വരുത്തുന്നത്. ഇപ്പൊ രണ്ട് കാറ്, നമ്മളൊരു കുറെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കാറും കൊണ്ടിടുന്നു. അപ്പോ എന്റേത് എന്നവിടെ പറയുന്നത് ആരാണ്? നമ്മുടെ മനസ്സാണ് പറയുന്നത്. നിറയെ കാറുകളുണ്ട്, അതിൽ ഒരെണ്ണം എന്റേത് എന്ന് പറയുന്നത്, ആ ഒരു എന്റേത് എന്നുള്ള ആ ഭേദം ഉണ്ടാക്കിയത് മനസ്സാണ്. ഭേദം ഉണ്ടാക്കിയത് അതാണ് വസ്തു വികൽപ്പഹേതുഹു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. വസ്തു വികൽപ്പഹേതുഹു, വസ്തുക്കളെ ഭേദപ്പെടുത്തി കാണുന്ന പ്രവൃത്തിക്ക് ആരാണ് കാരണം? മനോമയം. വസ്തുക്കളെ ഭേദപ്പെടുത്തി കാണുന്ന പ്രവൃത്തിക്ക് കാരണമാകുന്നു മനോമയം. പഞ്ചഭൂത ലോകത്തെ എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. നമ്മുടെ ശരീരം സഹിതം സകലതും പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിനെ അഹം മമ ഇതി, അഹം മമ ഇതി, അതായത് ഞാൻ എന്റേത് എന്ന്, അതാണ് അതിന്റെ അർത്ഥം. അഹം മമ ഇതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റേത് എന്ന് പിരിക്കുന്നു. പിന്നെയോ സംജ്ഞാതി ഭേദ കലനാകലിത, സംജ്ഞാതി ഭേദ കലനാകലിത. എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? കലിത എന്ന് പറഞ്ഞാൽ ഒരു തരം തന്മയോട് കൂടിയത്, അതിന്റെ അങ്ങനെയാണ് എന്ന്. തന്മ വിശിഷ്ട, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറയാം. തന്മ എന്ന് പറഞ്ഞാൽ വിശിഷ്ട, പ്രത്യേകതയുള്ളത്. കലനാകലിത, കലന, കലന എന്ന് പറഞ്ഞാൽ അറിയുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന. സംജ്ഞാതിഭേദ, സംജ്ഞ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാമം, പേര്, അതിനാണ് സംജ്ഞ എന്ന് പറയാം. സംസ്കൃതത്തിൽ സംജ്ഞ എന്ന് പറഞ്ഞാൽ നാമം, പേര്, നെയിം, നെയിം. ആദി, രൂപം, അങ്ങനെയുള്ള രൂപങ്ങൾ. നാമം, പേര്, ആദി എന്ന് പറയുമ്പോൾ നാമരൂപങ്ങള്. ഭേദ, പലവിധ നാമരൂപങ്ങളെ മനസ്സിലാക്കുന്ന തന്മയോട് കൂടിയത് എന്നാണ് ഇതിന്റെ അർത്ഥം. സംജ്ഞാതി ഭേദ കലനാ കലിതോ, ഇപ്പോ സംജ്ഞാതി ഭേദ കലനാ കലിത. ഒരു എന്ത് തന്മയാണുള്ളത്? ഓരോ പ്രത്യേകത എന്താണുള്ളത്? ഓരോന്നിനെയും ഓരോ നാമങ്ങളാൽ
പല രൂപങ്ങളെ പല നാമങ്ങളാൽ അറിയപ്പെടുന്ന ഒരു കഴിവ് ഈ മനസ്സിനുണ്ട്. അതിനെ മനസ്സിലാക്കുന്നു. പല സാധനങ്ങളെ പല രൂപങ്ങളെ പല പേരുകളില് ഈ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു കഴിവ് ഈ മനസ്സിന് ഉണ്ട്. പ്രാണമയ കോശം അങ്ങനെ അറിയോ? ഈ പ്രാണൻ അങ്ങനെ അറിയാൻ പറ്റുമോ ഓരോ കാര്യങ്ങളെ? ഇല്ല. പ്രാണൻ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. ഇന്നത് ഇത് ഇന്ന മേശ കസേര പേന പെൻസില് വൃക്ഷം ഇങ്ങനെയൊന്നും ഇല്ല പ്രാണന്. പ്രാണൻ ഒരു ശരീരത്തെ ആശ്രയിക്കുന്നു, വരുന്നു, പോകുന്നു, അത്ര ജോലിയെ കൊടുത്തിട്ടുള്ളൂ പ്രാണന് ഭഗവാൻ. അപ്പൊ പ്രാണൻ അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള തന്മയൊന്നും മനസ്സിലാക്കാനുള്ള തന്മയൊന്നും പ്രാണനില്ല. സ്ഥൂല ശരീരവും ഇങ്ങനെ നാമങ്ങളെ അറിയത്തില്ല. സ്ഥൂല ശരീരം ഇങ്ങനെ നാമങ്ങളെ അറിയില്ല. പ്രാണമയ കോശവും അറിയില്ല, സ്ഥൂല ശരീരവും അറിയില്ല. പിന്നെ ആരാണ് ഇങ്ങനെ ഓരോ വസ്തുക്കളെയും, ശരീരത്തെ ഞാനെന്നും ശരീരമായിട്ട് ബന്ധപ്പെട്ടതിനെ എന്റേത് എന്നും ആരാണ് അറിയുന്നത്? അത് മനോമയമാണ് അറിയുന്നത്. നാമരൂപങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ എന്താ പറയാ, ദൃശ്യത്തിൽ കൂടിയും പിന്നെ ശ്രവണത്തിൽ കൂടിയും ഒക്കെ എല്ലാം അറിയുന്ന ഒരാളാണ് മനോമയം. നാമരൂപങ്ങളെ അറിയുന്നത് അദ്ദേഹമാണ്, മനോമയമാണ്. അതിനാൽ ബലിയാൻ ദൃഢമായതാണ്, സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ് മനസ്സ്. എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് മനോമയം. നാമരൂപങ്ങളെ എന്റേത് ഞാൻ എന്ന്, ശരീരത്തെയും ശരീരമായിട്ട് ബന്ധപ്പെട്ടതിനെ എന്റേതെന്നും അറിയുന്ന, ദൃഢമായിട്ട് അറിയുന്ന, വെറുതെ അല്ല, ദൃഢമായിട്ട് അങ്ങനെ വെച്ചിരിക്കുക. എന്തിനാ അങ്ങനെ പറഞ്ഞ ദൃഢമാണെന്ന് പറഞ്ഞ ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ ബലിയാൻ എന്ന് പറഞ്ഞത്? മനോമയ കോശത്തിൽ നിന്ന് ഇത് ഞാനല്ല, ഇത് ആത്മാവല്ല എന്ന് അറിഞ്ഞ് അതിനെ നീക്കാൻ എളുപ്പമല്ല. അതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ദൃഢമാണ്, ബലിയാനാണ്. എല്ലാ വികാരങ്ങളെയും വിടാൻ പറ്റണം നമുക്ക്. ഇത് വെരി വെരി സ്ട്രോങ് ആണ്, വെരി വെരി സ്ട്രോങ്. ആരാണ് ഏറ്റവും ബലമുള്ളത്? ആർക്കാണ് ബലം? മനസ്സിന്. മനസ്സിന് ഭയങ്കര ബലമാണ്. മനസ്സുകൊണ്ടല്ലേ നമ്മള് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദുഃഖിക്കുന്നു അങ്ങനെ തന്നെയാണ്, സന്തോഷിക്കുന്നു അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ല ബലമാണ് മനസ്സിന്. ഈ കോശത്തെ കടക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമയ അന്നമയ കോശം കടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രാണമയവും നമുക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, നമ്മൾ പ്രാണനല്ല, അതൊരു വായുവാണ്. അത് അകത്തേക്ക് വരുന്നു, പോകുന്നു, അതിന്റെ പ്രക്രിയ. അതൊരു സാധനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക, എപ്പോഴും ശരീരത്തെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. തനിയെ അതിനൊരു നിലനിൽപ്പില്ല. അപ്പൊ വായു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാറ്റത്തിന് വിധേയമാണ്. അകത്തേക്ക് പോകുമ്പോൾ പിന്നെ പുറത്തേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ മാറ്റത്തിന്, ആ വായു തന്നെ മാറ്റത്തിന് വിധേയമായിട്ട് ഇങ്ങനെ പ്രാണൻ എന്ന പേരിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രാണൻ, അപാനൻ, ദാന, സമാനൻ, അങ്ങനെ പല രീതിയിലുള്ള മാറിയിരിക്കുന്നു. അപ്പൊ മാറ്റത്തിന് വിധേയമാണ്. ആത്മാ അല്ല, ആത്മാ മാറാത്തതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ പറയുന്നത് മറ്റു രണ്ട് കോശങ്ങളെയൊക്കെ കടന്നു, ശരിയാണ്. മനോമയ കോശത്തെ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. മനോമയത്തെ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല സമയങ്ങളിലും നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള അറിവ് നമുക്കുണ്ടാവും. നമ്മുടെ വിവേകം കൊണ്ട് നമുക്കറിയാം ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാവും. നിസ്സാര ഭക്ഷണ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കുറെ ഭക്ഷണങ്ങളൊക്കെ വർജിക്കണം, ഉപേക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ മനസ്സ് ഭയങ്കര ബലമുള്ള ആളായതുകൊണ്ട് പല സമയത്ത് നമ്മുടെ തീരുമാനങ്ങളെ മറികടക്കും. നല്ലതല്ല എന്ന് നമുക്കറിയാം, പക്ഷെ മനസ്സ് അവിടെ ചെറിയ ഒരു കൺസെഷനൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മള് നല്ലതല്ല എന്നറിയുന്ന കാര്യങ്ങളെ ചെയ്യുകയും നല്ലതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിനൊരു ശക്തി കൂടുതലുണ്ട്. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്.
പാടില്ലാത്തത് എന്ന അറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിലും നമുക്ക് ഇത് നല്ലതല്ല എന്ന അറിവുണ്ടായിട്ടും മനസ്സ് ഈ അറിവിനെ ഉപയോഗപ്പെടുത്തി നന്മയിലേക്ക് മാത്രമായി നമ്മെ നയിക്കുന്നില്ല. ആരാണ് നയിക്കാത്തത്? നന്മയിലേക്ക് മാത്രമായി നമ്മളെ നയിക്കാത്തത് ആരാണ്? നമ്മുടെ മനസ്സാണ്. മനസ്സിനെല്ലാം അറിയാം, വിവേകമൊക്കെ ഉണ്ട്, പക്ഷെ നയിക്കുന്നില്ല. അത് ചില പൂർവ്വവാസനകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അതിനെ അജ്ഞാനം എന്ന് പറയുന്ന അവിടെയാണ്. അത് ശരിക്കും മുന്നോട്ട് അറിയാമെങ്കിലും പ്രവർത്തിപ്പിക്കുന്നില്ല. കാരണം മനസ്സെപ്പോഴും അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുക. നമ്മുടെ കൺട്രോളിലല്ല മനസ്സ്. നമുക്ക് ആലോചിച്ചറിയാലോ, നമ്മുടെ കൺട്രോളിലാണോ? അല്ല. പക്ഷെ സാധന കൊണ്ട് സാധിക്കും. ഭഗവാൻ ഗീതയെ പറഞ്ഞിട്ടുണ്ട്, സാധന കൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിൽ നിർത്തുവാൻ സാധിക്കും. നല്ല സാധന തന്നെ വേണം. അതിനാണ് വേദാന്തമൊക്കെ പഠിക്കുന്നത്. ഈ പറഞ്ഞ ഈശ്വരനാമങ്ങളും എത്രയോ ക്രിയകൾ പറയുന്നുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ. മനസ്സ് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ ചൊൽപ്പടിക്ക് ഞാൻ പ്രവർത്തിക്ക എന്ന് പറയുമ്പോഴേ മനസ്സ് പ്രവർത്തിക്കുള്ളൂ. ആ രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം അതും ഇന്ദ്രിയങ്ങൾ പോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് കയ്യോ കാലൊക്കെ പ്രവർത്തിക്കാൻ നമ്മൾ പറഞ്ഞല്ല നമ്മുടെ കൈ കാലം പ്രവർത്തിക്കുമോ? ഞാൻ കൈ അനക്കണം എന്ന് വിചാരിച്ചല്ലേ കൈ അനങ്ങുള്ളൂ. അതേപോലെ തന്നെയാണ് മനസ്സും. ഞാൻ ചിന്തിക്കണം എന്ന് വിചാരിച്ചാലേ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ കൊണ്ടുവരണം മനസ്സിനെ. അല്ലാതെ ചിന്തയുടെ പുറകിൽ നമ്മൾ പോകരുത്. മനസ്സെന്ത് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകുമ്പോഴാണ് ഇപ്പൊ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ കാരണം മനസ്സിന്റെ പുറകെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ പുറകെ വരണം മനസ്സ്. തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ ഉള്ളില് ആ നല്ല തെറ്റും ശരിയുമുള്ള വിവേകത്തെ അനുസരിക്കുന്ന മനസ്സാക്കി മാറ്റണം നമ്മുടെ മനസ്സിനെ. വിവേകത്തെ അനുസരിക്കുന്നതായിട്ട്. വിവേകത്തെ അനുസരിക്കണം. വൈരാഗ്യമൊക്കെ പിന്നെ ആവട്ടെ. വിവേകത്തെ അനുസരിക്കുന്ന ഒരു മനസ്സുണ്ടാക്കാൻ ആദ്യം പഠിക്കണം. വിവേകമുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ വിവേകം ഉണ്ടായിട്ടും മനസ്സെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മൾ എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അപ്പൊ അത് പാടില്ല എന്ന് പറയുന്നു. ചിന്തിക്കാൻ പാടില്ലാത്തത് ഒരു ദിവസം എന്തുമാത്രം നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും. ശരിക്കും നമുക്കറിയാം ചിന്തിക്കാൻ പാടില്ലെന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോവും. അതാണ് മനസ്സിന്റെ ശക്തി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതിൻ്റെതായ ഒരു ശക്തി, ഒരു തന്മ അതിനുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇപ്പൊ ശരിക്കും മനസ്സ് നമ്മുടെ സേവകനല്ല. നമ്മുടെ സേവകനാണോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മനസ്സ്? അല്ല. പിന്നെ ആരാണ് നായകൻ? ഇപ്പൊ മനസ്സ് നായകനും നമ്മള് സേവകനുമാണ്. മനസ്സെന്ന സംഭവമാണ് ഇപ്പൊ നമ്മളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ സേവകനാണ്. അങ്ങനെ പാടില്ല. നമ്മൾ നായകനാകണം, മനസ്സിനെ സേവകനാകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മതി മനസ്സേ. നിന്റെ ഇഷ്ടം പോലെ പോകാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് എന്തോ അത് നീ അനുസരിച്ചാൽ മതി. അങ്ങനെ മനസ്സിനെ സേവകനാക്കണം. അപ്പോ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബലിയാൻ എന്ന് പറഞ്ഞത്. ഇപ്പോ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കണം, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം, എല്ലാവരും നമ്മളെ സഹായിക്കണം, എല്ലാവർക്കും നമ്മളോട് ദയ ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ സ്നേഹം പ്രതീക്ഷിക്കും. പിന്നെയോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു അല്ലേ? നമുക്ക് ഇന്ന ആളോട് സ്നേഹമുണ്ട്, ഇന്ന ആൾക്കാരെയൊക്കെ എനിക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. ഇതൊക്കെ എന്തിൻ്റെ നിലയാണ്? സ്നേഹം പ്രതീക്ഷിക്കുന്നതും മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്നതും എല്ലാം മനസ്സിന്റെ പ്രവൃത്തിയാണ്. മനസ്സിന്റെ പ്രവൃത്തിയാണ്. മനസ്സിനകത്താണ് ഇത് മുഴുവൻ. എനിക്ക് ഇന്ന ആളോട് സ്നേഹമുണ്ട്, ആ ആൾക്ക് എന്നോട് സ്നേഹമുണ്ട്,
ഇതൊക്കെ എവിടെയാ? അതൊക്കെ മനസ്സിലാണ്. ആ മനസ്സ് ഒരുപാട് കാര്യങ്ങളെ വഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അതിനകത്ത്. അപ്പൊ ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ബാക്കി ഫിസിക്കലായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് കൂട്ടുക. നല്ല ആരോഗ്യം, നിറയെ സമ്പത്ത്, അസുഖങ്ങളൊന്നുമില്ല, നല്ല പുഷ്ടിയുടെ ശരീരം, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മളെ ശ്രവിക്കാൻ, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ, നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ ഒരാളില്ല എന്ന് വരുമ്പോ ഒരു വിഷമം ഉണ്ടാകാറുണ്ട് നമ്മുടെ ഉള്ളിൽ. ആരുമില്ല എന്ന് പറയുമ്പോ ഒരു വിഷമം. അപ്പൊ ആരാ വിഷമിക്കുന്നത്? കിടക്കാൻ നല്ല കട്ടില്, നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഭക്ഷണം എല്ലാം ഉണ്ട്, നയനാനന്ദകരമായ കാഴ്ചകളൊക്കെ കാണാൻ ടിവിയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്, കാലാവസ്ഥയെ മറികടക്കാനായിട്ട് AC-യും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സഞ്ചാരത്തിന് സൗകര്യത്തിന് കൺവയൻസ് ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു തോന്നല്. എനിക്ക് ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. അപ്പൊ അവിടെ ആരാണ് വിഷമിക്കുന്നത്? ശരീരമല്ല. ശരീരത്തിന് വിഷമിക്കേണ്ട കാര്യമില്ല. ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. കണ്ണിന് വേണ്ടതുണ്ട്, കാതിന് വേണ്ടതുണ്ട്, മൂക്കിന് വേണ്ടതുണ്ട്, ചെവിക്ക് വേണ്ടതുണ്ട്, നാക്കിന് വേണ്ടതുണ്ട്, സ്പർശത്തിന് വേണ്ടതുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു വിഷമം ഉണ്ടാകാം. ആരുമില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ അതെവിടെ? ആ വിഷമം എവിടെയാ വരുന്നേ? ആ വിഷമം ഉത്ഭവിക്കുന്ന എവിടെയാണ്? എല്ലാം ഉണ്ട് കേട്ടോ, എന്നാ കാര്യം ആരുമില്ല. നമ്മൾ പറയാറുള്ള ഒരു കാര്യം, ആരുമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ ആരുമില്ല. ആ വിഷമം എവിടെയാ? ഇങ്ങനെ പറയുന്ന ഒരു വിഷമം, ആ വിഷമം മനസ്സിലാണ്. ആ വിഷമം നമ്മുടെ മനസ്സിലാണ്. അപ്പൊ മനസ്സ് വിഷമിക്കും. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകളാണ് മനോമയത്തിന്റെ ഒരു നില. തന്മ എന്ന് പറഞ്ഞാൽ അതാണ് മനോമയത്തിന്റെ ഒരു നില. ഇങ്ങനെയാണ്. മനസ്സിനെ അപഗ്രഥിച്ച് നോക്കണം നമ്മൾ. എന്തെല്ലാം കാര്യങ്ങളായി മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അത് സെപ്പറേറ്റ് ആണ്. അവൻ വേറൊരു തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അന്നമയകോശം പോലെയല്ല, പ്രാണമയകോശം പോലെയല്ല. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു മനോമയകോശം. ഇവനാണ് സകലവിധ പരിപാടികൾ ഒപ്പിക്കുന്നത്. നമുക്ക് ഊരാൻ പറ്റാതിരിക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മളെ പലതരത്തിലും നമ്മളെ ആ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് മനോമയം. അപ്പോ ഞാൻ മനസ്സാണ് എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മളതിനെ കുറിച്ച് പഠിച്ചു. ശരീരമല്ല എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നു. പിന്നെ രണ്ടാമത് പ്രാണനാണ്. ഞാൻ ഈ പ്രാണനാണ്, പ്രാണൻ പോയ എല്ലാം പോയി, ഞാനും പോയി, ഞാൻ ആ പ്രാണനാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ അവരോട് പറഞ്ഞു, പ്രാണനല്ല, നീ ആത്മാ തന്നെയാണ്. ആത്മാ എന്ന് പറഞ്ഞാൽ പ്രാണനല്ല, ആത്മാ എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരമല്ല. അത്രയും പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പൊ ഇതാ പറയുന്നു, മനസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. നമുക്ക് മനസ്സിന്റെ ലക്ഷണമൊക്കെ പറഞ്ഞു, മനസ്സിന്റെ ഇത്രയും ലക്ഷണങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞേ? പലതരം ചിന്തകളാണ് മനോമയത്തിന്റെ നില എന്ന് പറഞ്ഞു. തത് പൂർവകോശം അനുസൂര്യ വിജൃംഭത്തെ. തത് പൂർവകോശമനുപൂര്യ വിജൃംഭതേയഃ. തത് പൂർവകോശമനുപൂര്യ വിജൃംഭതേയഃ. അതാണ് ഇതിന്റെ പ്രത്യേക ഭാഗം. ഈ മനോമയ കോശം നേരത്തെ പറഞ്ഞ പ്രാണമയ കോശത്തെ വ്യാപിച്ച് പ്രകാശിക്കുന്നു. അതിനെയും കൂടെ വ്യാപിച്ച പ്രകാശിക്കുന്നത്. പ്രാണമയ കോശത്തേക്ക് മുമ്പുള്ള കോശങ്ങളെ വ്യാപിച്ചാണ് ആര് പ്രവർത്തിക്കുന്നേ? മനോമയ കോശം പ്രകാശിക്കുന്നത്. പൂർവകോശം എന്ന് പറഞ്ഞാൽ പ്രാണമയ കോശം. പ്രാണമയ കോശത്തെ വ്യാപിച്ച്, അതിൽ കൂടി വ്യാപിച്ചിരുന്നിട്ടാണ് മനസ്സ്
പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. പ്രാണമയ കോശത്തെ കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്, അല്ലെ? ജീവനുള്ളപ്പോഴാണല്ലോ ഇതിന്റെ പ്രവർത്തനം. പ്രാണൻ വന്നും പോയി ഇരിക്കുമ്പോൾ അതിനെയും കൂടെ പിടിച്ചുകൊണ്ടാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇനി ശങ്കരാചാര്യസ്വാമികള് അടുത്ത ശ്ലോകത്തില് ഈ മനോമയ കോശം ഞാനല്ല, അതെങ്ങനെ എന്നുള്ളത് പറഞ്ഞു തരുന്ന അടുത്ത ശ്ലോകത്തിലാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ, ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മള് മനോമയത്തിന്റെ ലക്ഷണത്തെയാണ് കണ്ടത്. ജ്ഞാനേന്ദ്രിയാണി ച മനശ്ച മനോമയസ്യ കോശോ മമാഹമിതി വസ്തുവികൽപഹേതു സംജ്ഞാതിഭേദകലനാ കലിതോ ബലീയാൻ തതഃ പൂർവകോശമനുപൂര്യ വിജൃംഭതേഹ. ആ ലക്ഷണമാണ് മനോമയത്തിന്റെ ലക്ഷണം. നന്നായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കി. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മനോമയ കോശം ഞാനല്ല, ഇതല്ല ആത്മാ എന്ന് ഉള്ള ശ്ലോകം നമുക്ക് ശങ്കരാചാര്യ സ്വാമികൾ തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഇങ്ങനെ ഓരോ കോശങ്ങളെയും മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു വിടുതൽ, അതിൽ നിന്നൊക്കെ ഒന്ന് എന്താ പറയാ, ഒന്ന് രക്ഷപ്പെട്ട് ഞാൻ എന്ന ആത്മാ, ആ തത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ച് നമുക്കത് മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം. സായിരാം സർ.